Classification of instruments. An instrument may be defined as the device for determining the value or magnitude of a quantity or variable. അപ്പോൾ അതിനാണ് ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. ഇപ്പോൾ മെയിനായിട്ട് എന്താണ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ, എന്താണ് പേരിൽ തന്നെയുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അബ്സല്യൂട്ട് ആൻഡ് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്, മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക്, അനലോഗ് ആൻഡ് ഡിജിറ്റൽ, സെൽഫ് ഓപ്പറേറ്റഡ് ആൻഡ് പവർ ഓപ്പറേറ്റഡ്, സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് റിമോട്ട് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇത്രയാണ് ക്ലാസിഫിക്കേഷൻസ്. അപ്പോൾ ഇത് ഈ ക്ലാസിഫിക്കേഷൻസ് ഓരോന്നായിട്ട് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല, കാരണം ഓരോന്നിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതുക. എന്താണ് മെക്കാനിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്? എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ എന്താണ് മെക്കാനിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്? പ്രഷർ ഗേജ് ഫോർ മെഷറിംഗ് പ്രഷർ, ഒരു മെക്കാനിക്കൽ ഇൻസ്ട്രുമെൻറ്റ്. ടാക്കോമീറ്റർ, ഡിജിറ്റൽ നിങ്ങൾ ടാക്കോമീറ്റർ കണ്ടിട്ടുണ്ടാവും. എന്താണ് സ്പീഡ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെഷീൻസിലൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അതിൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡായിട്ട് കിട്ടും. അതൊക്കെ എന്താണ് മെക്കാനിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇനി ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്? അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, മൾട്ടിമീറ്റർ ആണ്. അമ്മീറ്റർ, വോൾട്ട്മീറ്റർ, ഇതൊക്കെ എന്താണ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഇനി ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്? ഇലക്ട്രോണിക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇപ്പം വരുന്ന പുതിയ മോഡേൺ ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ എന്താണ്? ഡിവൈസസൊക്കെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് അല്ലേ? എക്സാമ്പിൾ എന്താണ്? CRO, അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ കുറേ ഇൻസ്ട്രുമെൻറ്റ്സ് ഇല്ല, മോഡേൺ എക്യുപ്മെൻറ്റ്സ് ഒക്കെ, അതൊക്കെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പം നിങ്ങൾ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കുക. നെക്സ്റ്റ്, അബ്സല്യൂട്ട് ആൻഡ് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് അബ്സല്യൂട്ട് ആൻഡ് സെക്കൻഡറി? അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു absolute instruments and secondary instruments. Absolute or primary instruments are those which give the value of electrical quantity to be measured in terms of the constants of the instrument and their deflection only. Example, tangent galvanometer. These instruments are rarely used except in സ്റ്റാൻഡേർഡ് ലബോറട്ടറീസ്, എസ്പെഷ്യലി ഫോർ കാലിബ്രേഷൻ ഓഫ് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്? വിച്ച് ഗിവ് ദ വാല്യൂ ഓഫ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റി ടു ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ദി കോൺസ്റ്റൻറ്റ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ദെയർ ഡിഫ്ലക്ഷൻ ഓൺലി. അതായത് ഇത് ലബോറട്ടറീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റാണ്. അതൊരു ഗാൽവനോമീറ്റർ നമ്മൾ ഇതാണ് ടാൻജൻറ്റ് ഗാൽവനോമീറ്റർ. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു ഐഡൻറ്റിഫൈ ദി പ്രസൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? അപ്പോൾ അതിലൊരു ഡിഫ്ലക്ഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഡിഫ്ലക്ഷൻ്റെ റേഞ്ചിന്, ആ ഡിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എത്രയാണ് അതിൻ്റെ വോൾട്ടേജ് എന്ന് ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ഈ പ്രൈമറി ഇൻസ്ട്രുമെൻസിൽ നമുക്ക് ഡയറക്റ്റ് എത്ര വോൾട്ട് ഉണ്ടായി, എത്രയാണ് കിട്ടിയതെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡറി ഡിവൈസസ് യൂസ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ സാധാ ഒരു അമ്മീറ്റർ, അതെന്താണ്? അതിൽ ആ ഡയലിൻ്റെ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് എത്രയാണ് 5 ആമ്പിയർ, 6 ആമ്പിയർ, 10 ആമ്പിയർ എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ എഴുതിയിരിക്കുന്നതിൻ്റെ റീസൺ ഈ ഒരു പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റിനെ കാലിബ്രേറ്റ് ചെയ്തു. കാരണം ഇത്രയും മൂവ്മെൻറ്റ്, അതായത് നമ്മുടെ പോയിൻ്റർ ഇത്ര പോലെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്ര ആംബിയർ ആണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത്, ആ ഒരു കാലിബ്രേറ്റ് ചെയ്യുന്നത് എന്താണ്? കാലിബ്രേഷൻ വഴിയാണ്, കാലിബ്രേഷൻ പ്രോസസ്സ് വഴിയാണ്. അതിന് വേണ്ടിയിട്ടാണ് പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ലബോറട്ടറീസിൽ കാലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് പ്രൈമറി ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ഓൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആർ സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് പ്രത്യേകത? എന്താണ്? The values of electrical quantity to be measured can be determined from the deflection of the instruments only when they have been pre-calibrated by comparison with the absolute instrument.
അതായത് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റിലൊന്നുമില്ല, നമുക്ക് ഒരിപ്പോൾ പോയിൻ്റർ ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ പോയിൻ്റർ മൂവ്മെൻ്റ് എന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് മനസ്സിലാവും. ഞാനിപ്പം പറഞ്ഞു അമ്മീറ്ററിൽ നമ്മുടെ അമ്മീറ്ററിൻ്റെ ഇങ്ങനെയാണുള്ളതെങ്കിൽ പോയിൻ്റർ ഇവിടെ നിന്ന് ഇങ്ങോട്ടെത്തുമ്പം ഇവിടെ 1 ആമ്പിയർ ആണെങ്കിൽ ഇത് 5 ആമ്പിയർ ആണ് അല്ലേ. ഡയറക്റ്റ് നമുക്ക് 5 ആമ്പിയർന്ന് കിട്ടി പോയിൻ്റർ ഈ ഒരു പൊസിഷനിലാണെങ്കിൽ. അതെങ്ങനെയാണ് കിട്ടിയത്? അത് പ്രീ കാലിബ്രേറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റായിട്ട് പോയിൻ്റർ ഇത്ര മൂവ് ചെയ്താൽ ഇത്ര ആമ്പിയർ ആണെന്ന് പറയാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെ പ്രീ കാലിബ്രേറ്റ് ചെയ്ത ഇൻസ്ട്രുമെൻസിനെയാണ് സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വർക്കിംഗ് വിത്ത് അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ഫോർ റൊട്ടീൻ വർക്ക് ഈസ് ടൈം കൺസ്യൂമിങ്. സിൻസ് every time a measurement is made, it takes a lot of time to compute the magnitude of quantity under measurement. Its secondary instruments, which are most generally used in everyday work, the use of the absolute instrument being merely confined within laboratories or standardizing instruments. A voltmeter, a glass thermometer and a pressure gauge are typically examples of secondary instruments. അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് റീഡിങ്സ് കാണാൻ പറ്റുന്നതൊക്കെ എന്താണ്? സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഓക്കെ, ഇനി നോക്കുക. സെക്കൻഡറി ഇൻസ്ട്രുമെൻറ്റ്സ് ആർ ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു 3 categories: ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എക്സാമ്പിൾ മാത്രം പഠിക്കുക. അമ്മീറ്റർ. അമ്മീറ്റർ എന്താ ചെയ്യുന്നത്? അമ്മീറ്ററിൽ ഡയൽ ഉണ്ടാവും. ഇപ്പം അനലോഗ് ആണെങ്കിൽ ഇങ്ങനെ ഓരോ ഡയൽസ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പോയിൻ്റർ എന്ത് ചെയ്യും? നമ്മൾ മെഷർ ചെയ്യുമ്പോൾ പോയിൻ്റർ ഡയറക്റ്റ് ഏതെങ്കിലും ഒരു വാല്യൂയിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി വേരി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പോയിൻ്റർ അതിന് പ്രൊപ്പോർഷനായിട്ട് മൂവ് ചെയ്യും അല്ലേ. അങ്ങനെ ജസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഡിവൈസസിൻ്റെയാണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് ഇപ്പോൾ ഡിജിറ്റലാണെങ്കിൽ ഒരു ഡിസ്പ്ലേ ആണെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന ടൈമിൽ ആ ഡിസ്പ്ലേയിൽ എന്തുണ്ടാവും? 3, 4, 5 ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ മെഷർ ചെയ്യുന്ന ക്വാണ്ടിറ്റീനെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസിനെയാണ് എന്ത് പറയുന്നത്? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വോൾട്ട്മീറ്റർ, വാട്ട്മീറ്റർ, അമ്മീറ്റർ, മൾട്ടിമീറ്റർ ഒക്കെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. നെക്സ്റ്റ് വരുന്നത് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. എന്തായിരിക്കും റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്? നമ്മുടെ ഇ സി ജി കണ്ടിട്ടില്ലേ? ഇ സി ജിയിൽ എന്താ ചെയ്യുന്നത്? നമ്മളൊരു പേപ്പറിൽ ഇതിനൊരു പേപ്പറിലായിരിക്കും നമ്മളെന്തുണ്ടാവും, നമ്മുടെ ഇതിൻ്റെ ഹാർട്ടിൻ്റെ ബീറ്റ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് ഡ്രോ ചെയ്ത് വരും അല്ലേ. അതായത് നമ്മൾ ആ മെഷറിങ് ഡിവൈസസ് കണക്ട് ചെയ്യുന്ന അത്രയും ടൈം നമുക്ക് എന്തുണ്ടാവും? ഒരു ഔട്ട്പുട്ട് ഒരു പേപ്പറിൽ ഒരു ഔട്ട്പുട്ടായിട്ട് കിട്ടും അല്ലേ. അതാണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതായത് നമ്മൾ ഓരോ ടൈമിലുമുള്ള ഡീറ്റെയിൽസ് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ അതിനെയാണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഒരു വെറുതെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡിവൈസിൻ്റെ ഏതെങ്കിലും ഒരു ഡിവൈസ് മെഷർ ചെയ്യുമ്പം അത് ഒരു പ്ലോട്ടർ ഉപയോഗിച്ചിട്ട് പ്ലോട്ട് ചെയ്യുന്നു. അതായത് നമുക്ക് ഇനീഷ്യലി 5 ആമ്പിയർ കിട്ടി അറ്റ് ടൈമിൽ, പിന്നെ 6 ആമ്പിയർ കിട്ടി. അങ്ങനെ ഒരു ഗ്രാഫായിട്ടുള്ള ഒരു പ്ലോട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യം 5 ആമ്പിയർ കിട്ടി, പിന്നെ അത് 3 ആയി, 6 ആയി, 5 ആയി, ഇങ്ങനെ ഓരോ വേരിയേഷനും പെർട്ടിക്കുലർ ടൈമിലുള്ളത് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഒരു പ്ലോട്ടർ ഉപയോഗിച്ച് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതാണെന്ത്? റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നുമില്ല. ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഒറ്റ റീഡിങ്ങേ കാണിക്കും. എന്താണ് എക്സാമ്പിൾ? നമ്മുടെ എനർജി മീറ്റർ എന്താണ്? ഇപ്പം ഇന്ന് 620 കിലോവാട്ടാണ് ഉള്ളത് ടുഡേ, ഇന്ന്. അപ്പം 31st നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലെന്ത് കാണും? 820 കിലോവാട്ട് അവറിന് കാണും. KWH കിലോ വാട്ട് അവറാണ് നമ്മുടെ എനർജി മീറ്ററിൻ്റെ യൂണിറ്റ്. അപ്പോൾ എന്താണ്? ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഈ ഒരു 820 മാത്രമേ കാണൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക? നമ്മുടെ പ്രീവിയസ് 620 എന്നുള്ള വാല്യൂ നിന്ന് ഈ 820 മൈനസ് ചെയ്യും. അപ്പോൾ എത്ര ഉണ്ട്? 200 കിലോ വാട്ട് അവർ അല്ലെങ്കിൽ 200
യൂണിറ്റാണ് നമ്മുടെ എനർജി കൺസ്യൂംഡ്. അതായത് ഈ ഒരു ഇൻ്റഗ്രേറ്റ് ആ ഒരു മാസത്തേക്കുള്ള മൊത്തം മെഷർമെൻറ്റ്സും ഇൻ്റഗ്രേറ്റ് ആഡ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതുപോലെ നമ്മുടെ വാട്ടർ ബില്ലിങ് കാണുന്നില്ലേ, അതെന്താ ചെയ്യുന്നത്? നമ്മൾ എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് തൊട്ട് എപ്പോഴാണോ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ആ ടൈം വരെയുള്ള ആ ടൈമിൽ ലാസ്റ്റ് ചെക്ക് ചെയ്യുന്ന ടൈമിലുള്ള റീഡിങ്സ് മാത്രമേ കാണിക്കൂ. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നതാണ്, അല്ലെങ്കിൽ ആഡപ്പ് ചെയ്ത് പോകുന്നതിനാണ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡിഫ്ലക്റ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്സിനാണ് ഡിഫ്ലക്റ്റിംഗ് ടൈപ്പിൽ ഇങ്ങനെ പോയിൻ്റർ ഡിഫ്ലക്ഷൻ വരുന്നത്. അപ്പോൾ അതിനെ വീണ്ടും കുറച്ചായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അറിവിനായിട്ട് വേണ്ടി പറയുന്നത്. അപ്പോൾ ഡിപ്പെൻഡിങ് അപ്പോൺ ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ അതിനെ മൂവിങ് കോയിൽ, മൂവിങ് അയൺ, ഡൈനാമോമീറ്റർ ടൈപ്പ്, ഇലക്ട്രോസ്റ്റാറ്റിക്, ഇൻഡക്ഷൻ ടൈപ്പ് ഒക്കെ ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോന്നും വേണ്ടിയല്ല. മൂവിങ് കോയിൽ മീൻസ് MC DC മെഷർമെൻറ്റിൽ, മൂവിങ് അയൺ AC മെഷർമെൻറ്റ്സിന് യൂസ് ചെയ്യും, ഡൈനാമോമീറ്റർ ടൈപ്പ് രണ്ടിലും യൂസ് ചെയ്യും. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ടൈപ്പ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ കൊണ്ട് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ക്വാണ്ടിറ്റി മെഷേർഡ്, വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ട് മീറ്റർ, കറണ്ട് ആണെങ്കിൽ അമ്മീറ്റർ, റെസിസ്റ്റൻസ് ആണെങ്കിൽ ഓം മീറ്റർ, പവർ ഫാക്ടർ മീറ്റർ, അതുപോലെ എനർജി ആണെങ്കിൽ എനർജി മീറ്റർ, അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഷേപ്പ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ പോർട്ടബിൾ അല്ലെങ്കിൽ പാനൽ ബോർഡ് ടൈപ്പ്, ഫ്ലഷ് മൗണ്ടിങ് ടൈപ്പ്, സർഫേസ് മൗണ്ടിങ് ടൈപ്പ്, അങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ് ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട് ഇത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇനി വരുന്നത് മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക്. മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് എന്താ പറയാനുള്ളത്? മാനുവലും ഓട്ടോമാറ്റിക്കും. മാനുവലിൽ നമ്മൾ മെഷർ ചെയ്യണം, ഓട്ടോമാറ്റിക്കലി വി വിൽ ഗെറ്റ് ദി ഔട്ട്പുട്ട്. സാധാരണ പറയുന്ന പോലെ തന്നെയാണ്. എക്സാമ്പിൾ എന്താണ്? മെഷർമെൻറ്റ്സ് ഓഫ് റൊട്ടേഷണൽ സ്പീഡ് ബൈ ഹാൻഡ് ഓപ്പറേറ്റഡ് ടാക്കോമീറ്റർ. ഹാൻഡ് ഓപ്പറേറ്റഡ് ടാക്കോമീറ്റർ കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരു മോട്ടറിൻ്റെ സ്പീഡ് മെഷർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആ ടാക്കോമീറ്റർ എടുത്തിട്ട് ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റിൽ ഒന്നിക്കൽ അതിൻ്റെ ഷാഫ്റ്റിലേക്ക് ടച്ച് ചെയ്യണം, എന്നിട്ട് നമ്മൾ ടാക്കോമീറ്ററിൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം ഒപ്റ്റിക്കലൊക്കെ ഉണ്ട്, ജസ്റ്റ് കണക്ട് ചെയ്താൽ തന്നെ ഒരു ലൈറ്റ് അടിച്ചാൽ തന്നെ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അതെന്താണ്? മാനുവൽ ഓപ്പറേറ്റഡ് ആണ് അല്ലേ. അത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഷാഫ്റ്റിൽ നമുക്കൊരു ടാക്കോ ജനറേറ്റർ, ഒരു സെൻസർ വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ആ സ്പീഡ് കിട്ടുകയും ചെയ്യും. അതാണ് മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ റെസിസ്റ്റൻസ് മെഷർമെൻറ്റ് ബൈ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് കണ്ടിട്ടില്ലേ? അടുത്ത് പഠിക്കും. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൽ എന്താ ചെയ്യുന്നത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത് അല്ലേ. അതായത് മെഷർമെൻറ്റ്സ് ഓഫ് ടെമ്പറേച്ചർ ബൈ റെസിസ്റ്റൻസ് തെർമോമീറ്റർ ബൈ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. ഓക്കെ, അങ്ങനെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. അതുപോലെ മെഷർമെൻറ്റ്സ് ഓഫ് മെർക്കുറി തെർമോമീറ്റർ, മെർക്കുറി ഗ്ലാസ് തെർമോമീറ്ററിലെ അതിലെന്താണ്? ഓട്ടോമാറ്റിക്കലി അല്ലേ ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് മെർക്കുറിയുടെ ലെവൽ ഇൻക്രീസ് ചെയ്യും. അത് ഓട്ടോമാറ്റിക്കലി ഹാപ്പനിങ് ആണ്. എന്നാൽ ടെമ്പറേച്ചർ മെഷർമെൻറ്റ് യൂസിങ് റെസിസ്റ്റൻസ് തെർമോമീറ്റർ ആണെങ്കിൽ അത് നമ്മൾ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അതാണ് മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക്. ഇതിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. ഇനി സെൽഫ് ഓപ്പറേറ്റഡ് ആൻഡ് പവർ ഓപ്പറേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. സെൽഫ് ഓപ്പറേറ്റഡും പവർ ഓപ്പറേറ്റഡും അതും പറയാനില്ല. സെൽഫ് ഓപ്പറേറ്റഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോട്ട് റിക്വയർ എനി എക്സ്റ്റേണൽ പവർ സോഴ്സ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ. അതായത് ആ ഒരു ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യാൻ വേറെ പവർ സോഴ്സ് ഒന്നും വേണ്ട. ഓക്കെ, അതായത് എന്താണ്? എക്സാമ്പിൾ ഡയൽ ഇൻഡിക്കേറ്റർ ഓർ മെർക്കുറി ഇൻ ഗ്ലാസ് ടൈപ്പ് തെർമോമീറ്റർ. ആ മെർക്കുറി ഇൻ ഗ്ലാസ് ടൈപ്പ് തെർമോമീറ്ററിൽ എന്താണ്? ടെമ്പറേച്ചറിനെ ബേസ് ചെയ്തിട്ട് മെർക്കുറിയുടെ ലെവൽ ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ, അതിൻ്റെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അതിൽ വേറെ എക്സ്റ്റേണൽ പവർ സോഴ്സ് ഒന്നും വേണ്ട. ഇൻ പവർ ഓപ്പറേറ്റഡ് എക്യുപ്മെൻറ്റ്സിൽ എന്ത് ചെയ്യണം? ആ ഡിവൈസ് വർക്ക് ചെയ്യണമെങ്കിൽ, നമ്മൾ മൾട്ടിമീറ്റർ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മളൊരു DC സപ്ലൈ കൊടുക്കണ്ടേ, 2 ബാറ്ററി കണക്ഷൻ കൊടുക്കണ്ടേ. അങ്ങനെ എക്സ്റ്റേണൽ അതുപോലെ മെഗർ കണ്ടിട്ടുണ്ടോ? മെഗർ, എർത്ത് റെസിസ്റ്റൻസ് മെഷർമെൻറ്റ്സ്,
അപ്പോൾ ഇതിലൊക്കെ നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് റീഡിങ്സ് കിട്ടുന്നത്. അതാണ് പവർ ഓപ്പറേറ്റഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ കംപ്രസ്ഡ് എയർ ഇതിലേതും ആവാം ഈ ഒരു പവർ. ഇനി സെൽഫ് കണ്ടെയ്ൻഡ് ആൻഡ് റിമോട്ട് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്. സെൽഫ് കണ്ടെയ്ൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഹാസ് ഓൾ ദി ഫിസിക്കൽ എലിമെൻറ്റ്സ് ഇൻ വൺ അസംബ്ലി. എക്സാമ്പിൾ അനലോഗ് അമ്മീറ്റർ ഓർ മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്റർ. ഇൻ റിമോട്ട് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് primary sensing element and secondary indicating elements are located at two different locations. അതിനാണ് അതായത് സെൽഫ് കണ്ടെയ്ൻഡ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും തന്നെ ഉണ്ടാവും. നമ്മളെ ഗ്ലാസ് തെർമോമീറ്റർ അല്ല മൊത്തം മെഷർമെൻറ്റും റീഡിങ്സ് കാണിക്കാനും ഒക്കെ ആ ഒരു സിംഗിൾ യൂണിറ്റിൽ സെൽഫ് കണ്ടെയ്ൻഡ് ആണ്. റിമോട്ട് ഇൻഡിക്കേറ്റിങ്ങിലാണെങ്കിൽ എന്തായിരിക്കും, നമ്മുടെ മെഷറിങ് പ്രൈമറി സെൻസിങ് ഡിവൈസ് ഒരു സ്ഥലത്തായിരിക്കും, എന്നാൽ ഡിസ്പ്ലേ ചെയ്യുന്നത് റിമോട്ട് ഏരിയാസിലായിരിക്കും. അതാണ് റിമോട്ട് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇനി കോണ്ടാക്റ്റ് ടൈപ്പ് ആൻഡ് നോൺ കോണ്ടാക്റ്റ് ടൈപ്പ്. അതെന്താ പറയുക, കോണ്ടാക്റ്റ് ഡയറക്റ്റ് നമ്മൾ മെഷറിങ് ക്വാണ്ടിറ്റി ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോണ്ടാക്റ്റ് ടൈപ്പാണ്. നോൺ കോണ്ടാക്റ്റ് ടൈപ്പിൽ എന്തായിരിക്കും, ദ ഷുഡ് നോട്ട് ബി എനി ഫിസിക്കൽ കോണ്ടാക്റ്റ്. ഓക്കെ, ഇപ്പോൾ റേഡിയേഷൻസ് ഒക്കെ മെഷർ ചെയ്യുന്നത് എന്തായിരിക്കും, നോൺ കോണ്ടാക്റ്റ് ആയിരിക്കും അല്ലേ. അതുപോലെ നോൺ ടച്ച് ടാക്കോമീറ്റർ. ഈ ടാക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ സ്പീഡ് മെഷർ ചെയ്യുന്ന സാധനമാണ്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്, കോണ്ടാക്ട് ടൈപ്പ് ഉണ്ട്, നോൺ കോണ്ടാക്ട് ടൈപ്പും ഉണ്ട്. കോണ്ടാക്ട് ടൈപ്പിലാണെങ്കിൽ ഞാൻ പറഞ്ഞു നമ്മുടെ ഏതിൻ്റെയാണോ സ്പീഡ് മെഷർ ചെയ്യേണ്ടത് അതുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ, എന്നിട്ട് നമ്മുടെ ടാക്കോമീറ്ററിൻ്റെ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യണം. അതാണ് കോണ്ടാക്ട് ടൈപ്പ്. നോൺ കോണ്ടാക്ട് ടൈപ്പ് ആണെങ്കിൽ ഒരു ഒപ്റ്റിക്കൽ സിഗ്നൽ സെൻഡ് ചെയ്യും. ആ സിഗ്നലിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സ്പീഡ് കിട്ടും. അതാണ് നോൺ കോണ്ടാക്ട് ടൈപ്പ്. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ സിമ്പിളാണ്, നിങ്ങൾ ജസ്റ്റ് വായിച്ച് നിങ്ങളതായ നോട്ട്സ് എഴുതിയിട്ട് അങ്ങ് പോയാൽ മതി. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കും. ഓക്കെ.